ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ഫോക്കസ് ആൻഡ് റീകമ്പോസ് എന്ന മെത്തേഡ് കഴിഞ്ഞ സെഷനിൽ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നിർബന്ധമായിട്ടും അത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. കാരണം നിങ്ങളുടെ റിയൽ ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡായിരിക്കും ഫോക്കസ് ആൻഡ് റീകമ്പോസ് എന്നുള്ള ആ ഒരു രീതി. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു ക്വാളിഫിക്കേഷനായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, എന്താണ് ഫാസ്റ്റ് ആക്ഷൻ, എന്താണ് സ്ലോ ഷട്ടർ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ISO എങ്ങനെയാണ് മാറ്റുന്നത്, ISOയിൽ ഗ്രെയിൻസ് വരാതെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ ഡെപ്ത് എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, വൈറ്റ് ബാലൻസ് എങ്ങനെയാണ് കളർ കറക്റ്റ് ചെയ്ത് കൃത്യമാക്കി എടുക്കേണ്ടത്, പിക്ചർ സ്റ്റൈൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വളരെയധികം ദുഷ്കരമായ യാത്രയായിരിക്കും മുന്നോട്ട് കിട്ടുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചോദിക്കുക. ആ കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. നിങ്ങൾ പകുതി അറിവോടുകൂടി ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോഗ്രാഫി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ക്യാമറയിൽ എങ്ങനെയാണ് അപ്പർച്ചർ സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സ്പോഷർ സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യേണ്ടത്, എന്താണ് വൈറ്റ് ബാലൻസ്, എന്താണ് പിക്ചർ സ്റ്റൈൽ, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്കതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞത് ഫോക്കസ് ആൻഡ് റീകമ്പോസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ഒബ്ജക്റ്റിലേക്ക് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് കണ്ടിന്യൂസ് ഫോക്കസ്, എന്താണ് സ്റ്റാറ്റിക് ഫോക്കസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫിക്ക് വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് മനോഹരമായ ദൃശ്യങ്ങളാകരുത്. നിങ്ങളുടെ മുന്നിൽ കാണുന്ന കുറേ ഒബ്ജക്ട്സും ലൈറ്റുകളും നിഴലുകളും അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ, അതിൻ്റെ വലിപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത്. വ്യൂ ഫൈൻഡറിലൂടെ നോക്കിയിട്ടൊരിക്കലും അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി ആസ്വദിക്കാൻ നിൽക്കരുത്. വിഷ്വൽ ബ്യൂട്ടി, നിങ്ങളുടെ കണ്ണിന് കിട്ടുന്ന വിഷ്വൽ ബ്യൂട്ടിയും ക്യാമറയിൽ കിട്ടുന്ന വിഷ്വൽ ബ്യൂട്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ക്യാമറയിൽ കിട്ടുന്നതാണ് നമ്മൾക്ക് നിർബന്ധമായിട്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ സീൻ കിട്ടേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ചിത്രങ്ങൾ ക്യാമറയിലാണ് പതിയേണ്ടത്. നമ്മളുടെ കണ്ണിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല ക്യാമറയിൽ പതിയുന്നത്. അതുകൊണ്ട് വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ നിങ്ങൾ വെറൊരു മെഷീൻ കാണുന്നത് പോലെ മുന്നിൽ കുറേ ഒബ്ജക്ട്സ്, കുറേ ലൈറ്റ്, ഷെയ്ഡ്സ്, ഹൈലൈറ്റ്സ്, മിഡ് ടോൺസ്, അതിൻ്റെ പ്രൊപ്പോർഷൻ, അതിൻ്റെ കമ്പോസിഷൻ കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കണം നിങ്ങൾ കാണുന്നത്. ഒരിക്കലും അതിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാൻ നിൽക്കരുത്. ബ്യൂട്ടി ആസ്വദിക്കാനുള്ളവർ നിർബന്ധമായിട്ടും ക്യാമറ കണ്ണിൽ നിന്നെടുക്കുക. നേരിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയോളം സമയം അവിടെ നിന്നിട്ട് ആ കാഴ്ചകൾ ആസ്വദിക്കുക. ഫോട്ടോ എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ആസ്വാദനം നിർത്തിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങളെ അവലോകനം ചെയ്തിട്ട് ചിത്രം പകർത്തിയെടുക്കുക. ഓൾറൈറ്റ്. അപ്പോൾ ഈ രീതിയിലായിരിക്കണം മുന്നോട്ട് പോകുന്നത്.